ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം. സോ നമ്മൾ അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമുക്ക് നെക്സ്റ്റ് ഒക്ടോബർ 25 ഒരു 10th ലെവൽ പ്രിലിംസ് എക്സാം വരുന്നുണ്ട് അല്ലേ. വേറെ അറ്റൻഡറിൻ്റെ ഒക്കെ പോസ്റ്റിലേക്ക് വരുന്ന ഒരു എക്സാമാണ്. കുറേ പോസ്റ്റുകളിലേക്ക് വരുന്നൊരു എക്സാമാണ്. നിങ്ങൾക്ക് മിക്കവർക്കും ആ ഒരു എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിനെയാണ് എയിം ചെയ്യുന്നത്. അതിന് മാത്രമല്ല, എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ്സസ് ആയിരിക്കും SCRT ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത എക്സാം 25 വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിലാണ്. അപ്പോൾ ഒരു 1 മന്തിനും കൂടുതൽ സമയമുണ്ട്. പക്ഷേ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും നല്ലോണം റിവിഷനൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ SCRTയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും PSCയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് SCRT എന്നുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ PSCയുടെ സിലബസ് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ എല്ലാം ഇരുന്ന് പഠിക്കുകയെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അത്രയും കാര്യങ്ങൾ പഠിച്ച് അതൊക്കെ ഓർമ്മയിൽ നമുക്ക് കീപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്മാർട്ടായിട്ടുള്ള വർക്കാണ് എപ്പോഴും എടുക്കേണ്ടത്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് മാത്സ് കംപ്ലീറ്റ് പഠിക്കുക, ഇംഗ്ലീഷ്, മലയാളം, ഈ 3 സബ്ജക്റ്റും നല്ലോണം പഠിക്കുക. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും SCRT ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് SCRT തന്നെ നമുക്ക് ഹിസ്റ്ററി കിട്ടും, ജോഗ്രഫി, എക്കണോമിക്സ്, റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതായത് നമ്മൾ സോഷ്യൽ സയൻസും പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്കുകളൊക്കെ, ഈ സബ്ജക്റ്റുകളൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ. പിന്നെ നമുക്ക് പഠിക്കാനും ഈസിയാണ്. അതായത് ഇപ്പം നമ്മുടെ ഗൈഡിലൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാളും SCRT ടെക്സ്റ്റ് ബുക്ക് ആകുമ്പം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, കുറച്ചുകൂടി മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വേയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷും മാത്സും മലയാളവും പഠിക്കുക, അതിനോട് SCRTയും കൂടെ പഠിക്കുകയാണെങ്കിൽ ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ SCRTയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെയൊക്കെ വന്നിട്ടുണ്ട് എക്സാംസിന്. അപ്പോൾ നമുക്കത് പഠിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ചാലഞ്ച് എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്നത് ഈ മാറിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. കുറച്ചുകൂടി കൂടുതൽ ഇൻഫർമേഷൻസ് ആഡ് ആയിട്ടുണ്ട്. ഈ വർഷം മാറിയിട്ടുള്ള 8ാം ക്ലാസ് ആണ് നമ്മളിപ്പം കവർ ചെയ്യുന്നത്. ഇതിപ്പോൾ 2nd ചാപ്റ്ററാണ്. 1st ചാപ്റ്ററിൻ്റെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു പഠിക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു മുന്നേ ഹിസ്റ്ററി തന്നെയാണ് വരുന്നത്. അതും കൂടെ പഠിച്ചിട്ട് ഈ ക്ലാസ് കാണാം. ഇതിൽ വരുന്നത് 2nd ചാപ്റ്ററാണ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഹിസ്റ്ററിയാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന പോർഷൻസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു പോയിന്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നീൽ ദർപ്പൺ എന്ന നാടകം ആരുടെയാണ്? ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും ഉണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചിട്ടുള്ളത് ദീനബന്ധു മിത്ര ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതിൽ പറയുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ്. ഒന്ന്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കണം. പിന്നെ ദാദാഭായ് നവറോജിയുടെ ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി കൊണ്ടുപോകുന്നു എന്ന തൻ്റെ നിരീക്ഷണം, ചോർച്ചാ സിദ്ധാന്തം, അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. അതായത് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി എന്ന് പറയുന്നതും ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. അദ്ദേഹം അത് അവതരിപ്പിച്ച ബുക്കിൻ്റെ പേരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പോയിന്റുകളും പഠിച്ചു വയ്ക്കണം. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, പിന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ചോർച്ചാ സിദ്ധാന്തം. ഇതൊക്കെ ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ദാദാഭായ് നവറോജിയുമായിട്ട് റിലേറ്റഡ് ആണ്.
നമുക്കിതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ഒരു ദേശീയത അവർക്കിടയിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പം കുറേ വേർതിരിവുകൾ ഉണ്ടായിരുന്നു അന്നത്തെ സൊസൈറ്റിയിൽ. പല വിധത്തിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വേഷം, ഭാഷ, അങ്ങനെ കുറേ വേർതിരിവ് നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ എന്നിട്ടും അവർക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ അവരെന്ത് ചെയ്തു, അതിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇന്ത്യക്കാരെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കാൻ തുടങ്ങി. അവർക്കിടയിൽ ഒരു ഐക്യബോധം വന്നു, ഒരു ദേശീയത അവർക്കിടയിൽ രൂപപ്പെടാനായിട്ട് തുടങ്ങി. അപ്പം അതിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളാണ് അതിലേക്ക് നയിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് സൗണ്ടിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ. പ്ലീസ് ഇഗ്നോർ. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. സാമ്പത്തിക നയം ആ ഒരു ഏരിയയിൽ എന്തായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെക്കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. അല്ലേ, അവർക്ക് വേണ്ട അവരുടെ ഫാക്ടറിയിൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകും. എന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. അല്ലേ, ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും എന്തില്ല, ജോലിയൊന്നും ഇല്ലാണ്ടായപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അവർക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. ആരൊക്കെയാണ്? കർഷകരും കൈവേലക്കാരും ചെറുകിട കച്ചവടക്കാരും ഗോത്ര വിഭാഗക്കാരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി മാത്രമല്ല, ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു ഇവർ. അല്ലേ, ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ ഒക്കെ. ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. അല്ലേ, പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്, അവർ വിദ്യാഭ്യാസം തന്നെ കൊടുക്കാൻ കാരണം എന്താണ്? ഈ ഇന്ത്യക്കാർക്കിടയിലും അവരെ സഹായിക്കുന്ന, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഈ ഒരു വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരെന്ത് ചെയ്തു? ഇന്ത്യക്കാർക്ക് എന്തൊരു ബോധം വന്നു? അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇപ്പം ഇന്ത്യ ഈ ഒരു സ്റ്റേറ്റിലെത്തിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ അവകാശങ്ങളെ പറ്റിയും സ്വാതന്ത്ര്യത്തിനെ പറ്റിയൊക്കെ ഇവിടെയുള്ള ഈ ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്തു? ആ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അവബോധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടൻ്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇതും ഒരു കാരണമാണല്ലേ. ആ ഒരു വിദ്യാഭ്യാസം കിട്ടിയ സമയത്ത് ആൾക്കാർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇന്ത്യ ബ്രിട്ടീഷിൻ്റെ അണ്ടറിലായതെന്നുള്ളതും അത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം എന്നുള്ള കാര്യവും അവർക്ക് ബോധം ഉണ്ടായത് ഈ ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെയാണ്. ആ ഒരു പോയിൻ്റാണ് ഇതിൽ പറയുന്നത്. ഇനി സാഹിത്യവും പത്രങ്ങളും.
ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദേശീയബോധം വളർത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വേറൊരു ഫാക്ടറാണ് അന്നുണ്ടായിരുന്ന പത്രങ്ങളും അതേപോലെ സാഹിത്യകൃതികളും ഒക്കെ. ഇവരൊക്കെ കൃതികൾ രചിക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയിലുള്ള ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന അവഗണനയും ചൂഷണങ്ങളും എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിക്കുന്ന സമയത്ത് ജനങ്ങൾക്കിടയിലും എന്തൊരു കാര്യമുണ്ടായി, അവർക്കിടയിലും ഒരു ദേശീയ ബോധം ഉണ്ടായി. ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളൊരു തോട്ട് അവരുടെ മൈൻഡിലും വരാനായിട്ട് തുടങ്ങി. പിന്നെ അവിടെ കൊടുത്തിട്ടുള്ളത് പ്രധാന ദേശീയ സാഹിത്യകാരരും അവർ രചിച്ചിട്ടുള്ള ഭാഷ ഏതാന്നുള്ളതുമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അറിഞ്ഞിരിക്കുക ഓരോരുത്തരും ഏത് ഭാഷയിലാണ് കൃതികൾ രചിച്ചിട്ടുള്ളത് എന്നുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ഒക്കെ ബംഗാളി ഭാഷയിലാണ്. പിന്നെ ലക്ഷ്മിനാഥ് ബസ്ബറുവ ആസാമീസ് ആണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലാണ് കൃതികൾ രചിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സുബ്രഹ്മണ്യ ഭാരതി തമിഴാണ്. ഭാരതേന്ദ്രു ഹരിശ്ചന്ദ്ര പിന്നെ പ്രേംചന്ദ് ഹിന്ദിയിലാണ്. അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. അപ്പം ഏതൊക്കെ ലാംഗ്വേജിലാണ് കൃതികൾ രചിച്ചതെന്നുള്ളതാണ് കൊടുത്തത്. അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്. നോട്ട് ചെയ്യേണ്ട അടുത്ത പോയിന്റാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംബാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൾ അക്ബറും. രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. സംബാദ് കൗമുദിയും മിറാത്തുൾ അക്ബറും. സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ്, മിറാത്തുൾ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ്. ഈ രണ്ട് പത്രങ്ങളും ആരംഭിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പത്രവും അത് ഏത് ഭാഷയിലാണെന്നുള്ളതുമാണ് കൊടുത്തിട്ടുള്ളത്. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയാണ്? ബംഗാളി ഭാഷയിലുള്ള പത്രമാണ്. പഠിച്ചു വയ്ക്കുന്ന ഈ ടേബിള്. അമൃത് ബസാർ പത്രിക ബംഗാളി. പിന്നെ ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ്. നമുക്കറിയാം, ഓഫ് കോഴ്സ് അത് അടുത്തതും അറിയാം. മാതൃഭൂമി, അൽ അമീൻ രണ്ടും മലയാളത്തിലുള്ളതാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏത് ലാംഗ്വേജിലാണ് ഉള്ളത് എന്നുള്ളത്. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൻ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പത്രങ്ങളൊക്കെ അവർക്കെതിരെയുള്ള കാര്യങ്ങളാണെന്നുള്ളത്. അങ്ങനെ അവർ സ്വീകരിച്ചൊരു നിയമമാണിത്. ആരാണ് നടപ്പിലാക്കിയെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു ആണ്. അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും പറ്റിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കേട്ടോ. രാജാറാം മോഹൻ റോയ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതല്ലേ രാജാറാം മോഹൻ റോയ് ആണ്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. എന്തൊക്കെയാണ് രാജാറാം മോഹൻ റോയ് ചെയ്തിട്ടുള്ളത്? സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മസമാജം ആരാണ് ആരംഭിച്ചതെന്നുള്ളത്? രാജാറാം മോഹൻ റോയ് ആണ്. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു.
വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. രാജാറാം മോഹൻ റോയിയെ പറ്റി പറയുന്നതാണ്. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഇത് പഠിച്ചു വയ്ക്കണം. സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നിവയ്ക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ജ്യോതിറാവു ഫൂലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫൂലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ഇമ്പോർട്ടൻ്റ് ആണ്. സത്യശോധക് സമാജം ആരുടെ സംഘടനയാണ്? ജ്യോതിറാവു ഫൂലെയുടേതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ബ്രഹ്മസമാജമാണ് രാജാറാം മോഹൻ റോയിൻ്റെത്. സത്യശോധക് സമാജം ജ്യോതിറാവു ഫൂലെ. വിധവ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. നോട്ട് ചെയ്യാം. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത് ആരെയാണ്? ജ്യോതിറാവു ഫൂലെയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഇനി അടുത്തത് പണ്ഡിത രമാബായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ളത്. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. പണ്ഡിത രമാബായിയുടെ സംഘടനയാണ് ആര്യ മഹിളാ സമാജം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ 3 എണ്ണമായിട്ടോ. എല്ലാം നോട്ട് ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ്സിലൊക്കെ വരാം. പഠിച്ചു വയ്ക്കുക. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. അതും നോട്ട് ചെയ്ത് വയ്ക്കുക. ആര്യ മഹിളാ സമാജം, ശാരദാ സദനം, മുക്തി മിഷൻ ഇതൊക്കെ ആരുമായിട്ട് റിലേറ്റഡ് ആണ്? പണ്ഡിത രമാബായിയുമായിട്ട് റിലേറ്റഡ് ആണ്. 1859 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. അതും പഠിച്ചു വയ്ക്കണം. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് ഒരു പോയിന്റ് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളിത് പഠിക്കാണ്ട് പോയി ഈ പോയിന്റ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ പഠിച്ചു വയ്ക്കുക. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് പണ്ഡിത രമാബായി പങ്കെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കുറച്ച് പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാപകരും. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എന്തായാലും പഠിച്ചു വയ്ക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. എല്ലാം പഠിച്ചു വയ്ക്കുക കേട്ടോ. പ്രാർത്ഥനാ സമാജം ആരാണ് സ്ഥാപിച്ചത്? ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട് 2 പേരുണ്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതെല്ലാവർക്കും അറിയുമായിരിക്കും. ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. കുറേ നമുക്ക് അറിയുന്നതുമാണ്. എല്ലാം പഠിച്ചു വയ്ക്കുക. എന്തായാലും നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അത് SNDP ശ്രീനാരായണ ഗുരു. സ്വാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇത്രയും പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക കേട്ടോ. അതിൻ്റെയൊക്കെ സ്ഥാപകർ ആരൊക്കെയാണെന്നുള്ളത്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർന്നു. ഇത് ദേശീയയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഇനി അടുത്ത ഒരു പോയിന്റ് പറയുന്നത് ഗതാഗതവും വാർത്താവിനിമയവും അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്തതെന്നുള്ളത് നോക്കാം.
വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്കു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനങ്ങളും കമ്പി തപാലും അവർ ആരംഭിച്ചു. ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡു ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. ബ്രിട്ടീഷുകാർ അവർക്ക് സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും അതെന്ത് ചെയ്തു, ഇന്ത്യക്കാർക്കും കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റി. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. അപ്പം അവരുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഗതാഗതവും വിനിമയവും ഒക്കെ ഇന്ത്യക്കാർക്കും എന്ത് ചെയ്തു, അവരിലുണ്ടായിരുന്ന ദേശീയ മനോഭാവം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ആ ഒരു ഐക്യം രൂപീകരിക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിൻ്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അവയിൽ ചിലത് ചുവടെ കൊടുത്തിട്ടുണ്ട്. ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ പ്രവർത്തന കേന്ദ്രവും അതേപോലെ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള നേതാക്കൾ ആരാണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റത്തേത് ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു പ്രവർത്തന കേന്ദ്രം. അതിന് നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസുമാണ്. ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയാണ് പ്രവർത്തന കേന്ദ്രം. നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും. മദ്രാസ് മഹാജൻ സഭ മദ്രാസാണ്. എം വീരരാഘവാചാര്യയും ജി സുബ്രഹ്മണ്യ അയ്യറും ആനന്ദ ചാർലു ഇവർ 3 പേരുമാണ് അതിന് നേതൃത്വം നൽകിയത്, മദ്രാസ് മഹാജൻ സഭയ്ക്ക്. പിന്നെ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ബോംബെ ആയിരുന്നു പ്രവർത്തന കേന്ദ്രം. നേതൃത്വം നൽകിയത് ഫിറോസ് ഷാ മേത്ത, KT തെലാംഗ്, ബദറുദ്ദീൻ ത്യാബ്ജി ഇവർ 3 പേരുമാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയത്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. ഇതൊക്കെ ഓരോ പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന സംഘടനകളായിരുന്നു. മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഉള്ളൊരു അഖിലേന്ത്യാ സംഘടനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് സക്സസ് ആവാണ്ടിരുന്നപ്പോഴാണ് ഇവരെന്ത് ചെയ്തത്, ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കണം എന്നൊരു ആവശ്യം ശക്തപ്പെട്ടത്. അങ്ങനെ അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമായിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്രപ്രധാനമായ സമ്മേളനത്തെക്കുറിച്ചിട്ടാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ രൂപപ്പെട്ടൊരു അഖിലേന്ത്യാ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. രൂപപ്പെട്ട വർഷം 1885 അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് കൊടുത്തത്. ഒന്നിവിടെ പറഞ്ഞിട്ടുണ്ട്, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കാം. പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇവയൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ളൊരു സംഘടനയായിരുന്നു. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദ് ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവരൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി.
നമുക്ക് സർ സി ശങ്കരൻ നായരിനെ പറ്റി പഠിക്കാനുള്ളൊരു പോയിൻ്റ് ഉണ്ട്. എന്താ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് സർ സി ശങ്കരൻ നായർ എന്ന് പറയുന്നത്. പഠിച്ചു വയ്ക്കണേ. സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ്. നോട്ട് ചെയ്ത് വയ്ക്കണേ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഏത് സമ്മേളനത്തിലാണെന്നും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ. ഇനി വിഭജനവും ഭിന്നിപ്പിക്കലും. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. H. റിസ്ലെ. അപ്പോൾ നമ്മളിനി ബംഗാൾ വിഭജനത്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് നമ്മളിപ്പം വായിച്ചത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തികേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു വാദിച്ചത്. അങ്ങനെ ഇപ്പം ഉള്ള പ്രവിശ്യ വലുതായതുകൊണ്ട് വിഭജിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ഭരിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അവർ ബംഗാൾ വിഭജനത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഉദ്ദേശം അതായിരുന്നു, ആൾക്കാരെ ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബംഗാൾ വിഭജനം. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. അങ്ങനെ ആൾക്കാർക്കിടയിൽ ഒരു ഭിന്നിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാരത് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. നോട്ട് ചെയ്ത് വെക്കണേ. ബംഗാൾ വിഭജനം ഡേറ്റ് 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായൊരു കുതിച്ചുചാട്ടമാണ് സ്വദേശി പ്രസ്ഥാനത്തോടുകൂടി ശക്തമായൊരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ആ ഡേറ്റ് 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം. പിന്നെ ഈ ഒരു ദേശഭക്തി ഗാനം അമർ സോണാർ ബംഗ്ല എന്നുള്ളത് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശഭക്തി ഗാനമാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് എന്തായിട്ട് മാറിയത് സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാനും അതേപോലെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ബഹിഷ്കരിക്കുക, അവരുടെ ഐറ്റംസൊക്കെ ബഹിഷ്കരിക്കുക എന്നുള്ളതുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശ്രയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി നിരവധി തുണി മില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, V. ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജാംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഫാക്ടറികളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്, ആരാണ് രൂപീകരിച്ചതെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയ വിവരണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? കരുത്തിൻ്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിൻ്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെടെ വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായ വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച് ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു? വിദേശത്തു നിന്നുള്ള എല്ലാ പ്രൊഡക്റ്റുകളെയും ബഹിഷ്കരിക്കാനായിട്ട് തുടങ്ങി.
ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വതന്ത്ര സമരത്തിന് സംഭാവന ചെയ്യുവാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരകാലത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. അല്ലേ, സാധാരണക്കാരായിരുന്ന ജനങ്ങളിലുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇതിൽ പങ്കാളികളായി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു തിയറിയിൽ. അതായത് സ്വാശ്രയം എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുകയും വിദേശത്തു നിന്നുള്ള എല്ലാ പ്രൊഡക്റ്റുകളെയും ബഹിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടുള്ളത്. ഇനി അവിടെ സ്വദേശി സമിതികൾ എന്നും പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള സമിതികളാണ് കേട്ടോ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ചതാണ് സ്വദേശി ബാന്ധവ് സമിതി. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ഒരു പോയിന്റ് മിതവാദികളും തീവ്ര ദേശീയവാദികളെയും പറ്റിയിട്ടുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. അപ്പം ഇതിലും, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തു, ആൾക്കാർക്ക് രണ്ട് ചിന്താരീതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു കൂട്ടർ എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കന്മാർ തയ്യാറായിരുന്നില്ല. അവരെയാണ് നമ്മൾ മിതവാദികൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ് അതിൽ പെടുന്നത്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളാണ്. അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു. സമാധാനപരമായിട്ടുള്ളതും രക്തരഹിതവുമായ സമരങ്ങളായിരുന്നു അവരുടെ രീതി എന്ന് പറയുന്നത്. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവരാണ് തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടത്. അതായത് ഇതേപോലെ ഉള്ള രീതികളല്ലാണ്ട് അതിനോട് എതിർപ്പുണ്ടായിരുന്ന ആൾക്കാരാണ് തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാനികളെ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. അപ്പോൾ ഈ തീവ്ര ദേശീയവാദികൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? പ്രത്യക്ഷ സമരത്തിന് തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ മറ്റവരാണെങ്കിൽ സമാധാനപരമായിട്ടുള്ള രക്തരഹിതവുമായിട്ടുള്ള രീതിയാണ് സ്വീകരിച്ചത് മിതവാദികൾ. മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. എന്ത് ചെയ്തു? അങ്ങനൊരു പിളർപ്പ് വന്നു. അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ മിതവാദികളും തീവ്ര ദേശീയവാദികളും എന്ന് പറഞ്ഞിട്ട് 2 പേരായിട്ട് മാറാൻ തുടങ്ങി. നേതാക്കളെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ബാലഗംഗാധര തിലക് ഉൾപ്പെടെ പലരെയും നാടുകടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ തീവ്ര ദേശീയവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. പിന്നെ അവിടെ ബോക്സിൽ കൊടുത്തത് സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം, അതും കൂടി നോക്കാം. ആഗാഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിൻറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാകുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുകയും ചെയ്തു. നോട്ട് ചെയ്യണേ ഡേറ്റ്.
1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായിട്ടുള്ളത്. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. ഈ പരിഷ്കാരത്തിൻ്റെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക എന്നിവ. അപ്പം മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ 1909 നടപ്പിലാക്കിയിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ മിതവാദികളെയൊക്കെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? ഈ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, പിന്നെ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക എന്നിവയൊക്കെ ആയിരുന്നു. ഇനി ലാൽ, ബാൽ, പാൽ ഇവരാരൊക്കെയാണെന്നുള്ളത് പഠിക്കണം. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവരാണ് ലാൽ, ബാൽ, പാൽ എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ലാല ലജ്പത് റായ് ലാൽ എന്നറിയപ്പെടുന്നു, ബാലഗംഗാധര തിലക് ബാൽ എന്നറിയപ്പെടുന്നു, ബിപിൻ ചന്ദ്രപാൽ പാൽ എന്നറിയപ്പെടുന്നു. മൂന്നും പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഹോം റൂൾ ലീഗ് എന്താണെന്നുള്ളതാണ്. 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ ലീഗ് ആരുടേതാണെന്ന് പഠിച്ചു വയ്ക്കണം. ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിൻ്റെ പ്രചരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ആ പോയിന്റും പഠിച്ചു വയ്ക്കണം. 1917 കൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് ആനി ബസന്റ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പഠിച്ചു വയ്ക്കണേ. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം ആ പോയിന്റ്സ്. ഇനി ഐക്യത്തിൻ്റെ ലക്നൗ. 1916 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൗവിലായിരുന്നു. 1916 INC സമ്മേളനം നടന്നത് ലക്നൗവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം ഈ മിതവാദികളും ഒരു ഭിന്നിപ്പുണ്ടായിരുന്നല്ലോ, മിതവാദികളും തീവ്ര ദേശീയവാദികളും എന്ത് ചെയ്തു? ഐക്യപ്പെട്ടു. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും എന്ത് ചെയ്തു? ഒന്നിച്ച് പ്രവർത്തിക്കാനും ഈ ഒരു സമ്മേളനത്തിലാണ് തീരുമാനിച്ചത്. 1916 ലക്നൗ സമ്മേളനത്തിൽ. ഇതര വഴികളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിൻ്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നവർ വിശ്വസിച്ചു. അവയിൽ ചിലത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രീതിയിലല്ലാണ്ട് വേറിട്ട് നടന്നിട്ടുള്ള കുറച്ച് എതിർപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സമിതികളും ഒക്കെ വിപ്ലവ സംഘടനകളും അതിൻ്റെ സ്ഥലവും നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. അനുശീലൻ സമിതി ബംഗാളാണ്. സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് നേതൃത്വം നൽകിയത് അവരായിരുന്നു. പിന്നെ ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. നേതൃത്വം നൽകിയത് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. പിന്നെ യുഗാന്തർ പാർട്ടി ബംഗാളിലാണ്. റാഷ് ബിഹാരി ബോസ്, ഗുജറാം ബോസ്. ഗദർ പാർട്ടി അമേരിക്ക, ലാല ഹർദയാൽ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്കൊരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ടും ഇതിൽ പറഞ്ഞത് അങ്ങനെയാണ്, ഒരു ദേശീയത
അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പല രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുവരെ. അപ്പം ഈ ഒരു ഏതൊക്കെ സിറ്റുവേഷൻസാണ് ഈ ഒരു ദേശീയ ബോധം ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കിയതും എല്ലാവരും കൂടെ ചേർന്നൊരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കുന്നതിലെത്തിയതും അങ്ങനെയാണ് INC ഫോം ചെയ്തതെന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കുറേ പോയിന്റുകൾ നമ്മൾ കണ്ടു. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറേ പോയിന്റുകളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ഇപ്പം നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ നോട്ട് വായിച്ചാൽ മതി. ക്ലാസ് മൊത്തം ഇരുന്ന് കാണേണ്ട ആവശ്യമില്ല, കാരണം കുറച്ച് ലെങ്തി ആണ് ഓഫ് കോഴ്സ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.